എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരിക്കൽ നമ്മുടെ ആൻഡ്രോയിഡ് ഇറങ്ങിയ സമയത്ത് ഞാൻ ആൻഡ്രോയിഡ് ചെയ്തിരുന്നു. അന്ന് ഞാൻ ചെയ്തിരുന്നത് എക്ലിപ്സിലാണ്. അങ്ങനെ ഒരു 3-4 കൊല്ലം ചെയ്ത് ഇടയിൽ വെച്ചൊരു 3 കൊല്ലത്തൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് അറിയില്ല. പ്രായവും ഇത്തിരി മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു 3-4 കൊല്ലത്തെ ഗ്യാപ്പും പിന്നെ എക്ലിപ്സ് നിർത്തിപ്പോവല്ല, അതിലാരും ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാണ്ടായി. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവരും മാറി. അപ്പോൾ ഈ അറിവ് കുറവിൻ്റെ പുറത്ത് ഞാനൊരു സ്ഥലത്ത് പഠിക്കാൻ ചെന്ന് അവർ പറഞ്ഞ ഫീസ് മുഴുവനായിട്ട് ഞാൻ കെട്ടി. ഞാനവിടെ പഠിക്കാൻ ചെന്നിരുന്നു. ഒരു കൊച്ചുകുട്ടി എന്നെ പഠിപ്പിക്കാൻ വന്നിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ആ കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം കൊണ്ട് പഠനം അവസാനിച്ചു. കാരണം ആ കുട്ടി അന്നത്തെ എൻ്റെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് ആ കുട്ടി പറഞ്ഞു, ഈ ചേട്ടനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയുടെ മുകളിലുള്ള ചേട്ടനെ പിറ്റേ ദിവസം വിട്ടു. ആ ചേട്ടൻ ഒന്നും ഹാൻഡിൽ ചെയ്തിട്ട് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ചോദിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം എന്ത് സംഭവിച്ചു? എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനവിടെ ചെന്നിട്ട് ഒന്നും നടക്കില്ല, ഒന്നും പഠിക്കില്ല. ഞാനിങ്ങോട്ട് പോകുന്നു. ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഒരു 3-4 ദിവസം ഇരുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൂഗിളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള ആൻസറുകളൊക്കെ കിട്ടി. ഞാനത് ഡെവലപ്പ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാറിൻ്റെ കമ്പനിയിൽ ജോലി തരുന്നു. ഇപ്പം അവിടുത്തെ ഒരു സീനിയർ ഡെവലപ്പറായിട്ട് ഈ കുട്ടി മാറി. ഞാൻ പഠിക്കാൻ ചെന്നതാണ് ആ കുട്ടിയുടെ സ്ഥലത്ത്. അപ്പം അതും പറഞ്ഞിരുന്നിട്ട് അവരൊക്കെ കൂടി ഇരുന്നിട്ട് ഇപ്പോൾ പറഞ്ഞിരുന്ന് ചിരിക്കുന്ന അവസ്ഥയായി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ ട്രെയിനിങ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർക്കോ ക്ലിയർ ആയിട്ട് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, 50,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് നമ്മളവർ പ്രാപ്തരാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം ഈ പ്രാപ്തരാക്കാൻ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഫാക്കൽറ്റീസിൻ്റെ ശമ്പളം 15,000 രൂപയാണ്. എന്നാൽ പിന്നെ അവർക്ക് ജോലിക്ക് പോയാൽ പോരാ 50,000 രൂപയ്ക്ക്. അപ്പോൾ അവരുടെ ഒരു വളരെ ചെറിയ നോളേജ്, ആ നോളേജിൽ നിന്ന് നമുക്കത് പകർന്നു തരുമ്പോൾ അതിനേക്കാളും കുറവിലാണ് നമ്മൾ പോണേ. ഇതിനേക്കാളും കുറവിലാണ് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ പോണത്. അപ്പോൾ ഇതൊന്നും പഠിച്ചിട്ട് ഈ പിള്ളേർക്ക് ഒന്നും ആവണില്ല. ഇവർ റിയൽ എൻവയോൺമെന്റിൽ വരുമ്പോൾ ഈ പറയുന്നത് ഒന്നുമില്ല. പിന്നെയും ഇവർക്ക് കുറെ കാലം കടന്നു പോകും. അങ്ങനെയാണ് ഇവർ പഠിച്ചിറങ്ങി ഒരു വഴിക്കായി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ നെഗേറ്റ് ചെയ്യാം? അതായത് ഇപ്പം ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്നത് റിയൽ ലൈഫായിട്ട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അതെ. എഞ്ചിനീയേഴ്സിനെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എംടെക് കഴിഞ്ഞപാട് ഇറങ്ങി വരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അത് വിദ്യാർത്ഥി ആ കഴിഞ്ഞപാട് മാഷായിട്ടൊക്കെ വരുന്നത്. ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു സെൻസിലുള്ള കാര്യങ്ങളോ അറിയില്ല. അപ്പം എപ്പെങ്കിലും നിങ്ങൾക്ക് ഒരു ഫുൾ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ ഡയറക്ട്ലി ഫ്രം കോളേജ് കിട്ടിയിട്ടുണ്ടോ, അതോ ഇനി ഇവരങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടോ? നമ്മുടെ നാട്ടില് പഴയകാലത്ത് ശ്രീനിവാസൻ പറഞ്ഞോണേ, തേങ്ങയേക്കാളും കൂടുതൽ ജോലിയില്ലാത്തവർ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഇങ്ങനെയുള്ളവരെ ബിൽഡ് ചെയ്ത് വിടുന്നത് കൊണ്ടാണ് ഈ തേങ്ങയേക്കാളും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യാണ്ടായിപ്പോയതിൻ്റെ കാരണം ഇവരുടെ യഥാർത്ഥത്തിലുള്ള സ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനോ അതിനെ പരിപോഷിപ്പിക്കാനോ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനോ ഒരു കോളേജുകൾക്കും ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം കറക്റ്റാണ്. അത് റിയലിസ്റ്റിക് ആയിട്ട്, അതായത് ഒരു എഞ്ചിനീയറും ഡോക്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു ഡോക്ടർ കളിക്കുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിന്മയാണ്. എഞ്ചിൻ സ്റ്റോപ്പായാൽ കഴിഞ്ഞു. പക്ഷെ ഒരു എഞ്ചിനീയർ ഓഫ് ചെയ്തിട്ട് ഒരു എഞ്ചിന്മേ പണി പഠിക്കുന്നതേ, അതാണ് അതിൻ്റെ വ്യത്യാസം. മറ്റത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫായി പോകും. അവിടെ വെച്ച് കാര്യം തീരുമാനമായി. ഡോക്ടറുടെ കാര്യം അങ്ങനെയാ, പക്ഷെ എഞ്ചിനീയറുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയസ്നെസ് കൊടുക്കണില്ല. അതെങ്ങനെയെങ്കിലൊക്കെ പഠിച്ചൊരു ബ്രാൻഡിങ് ആണ്. ബിടെക് എന്ന് പറഞ്ഞാൽ വെറും ഒരു ബ്രാൻഡിങ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ചില നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ്, അവർ വളരെ നല്ല നിലയിൽ, തമിഴ്നാട്ടിലെ ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവരൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഫാക്കൽറ്റികളായിട്ട് വെക്കുന്നത്. അവിടെ പ്രൊഫസേഴ്സൊക്കെ ആയിട്ട് കയറുന്നവർ റിയൽ എൻവയോൺമെന്റ്. ഇപ്പോൾ എനിക്കറിയുന്ന എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും ക്രൈസ്റ്റ് കോളേജിൽ ഇപ്പോൾ പ്രൊഫസറായിട്ട് കയറിയിട്ടുണ്ട്. അവർ 10-15 കൊല്ലം എന്നെ വിളിച്ചിരുന്നു. 10-15 കൊല്ലം
ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ കയറുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ക്വാളിറ്റിക്ക് വേൺസ് ക്വാളിറ്റി എന്ന് പറയും. ക്വാളിറ്റിയുള്ള ഒരു സാധനത്തിന് ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ പഠിപ്പിക്കാൻ വരണം, എന്നാലാണ് ആ ഒരു നിലവാരം ഉണ്ടാവുള്ളൂ. അവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് നല്ല ശമ്പളം കിട്ടും, നല്ല ജോലിയും കിട്ടും. കാരണം അവരെ കൊണ്ട് ഉപകാരമുണ്ട്. പിന്നെ നമ്മുടെ ആളുകളുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു ധാരണയാണ് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സഫലമായി, സാധാരണ കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം പോയി എന്നാണ് പറയുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ 2 എൻവയോൺമെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സാധാരണ കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സ്വന്തം കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, മൾട്ടിനാഷണൽ കമ്പനിയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MNCയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ പണി നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും നമുക്കില്ല. ഒരു പ്രത്യേക ഒരു ഏരിയ നമുക്ക് തരും, ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാം. തറ എന്ന് പറഞ്ഞാൽ തറ, പറ എന്ന് പറഞ്ഞാൽ പറ, തറ പറ എന്ന് പറഞ്ഞാൽ തറ പറ, അതിൻ്റെ അപ്പുറത്തില്ല. പക്ഷെ ഒരു ചെറിയ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യാൻ വെച്ചാൽ എല്ലാ ജോലിയും നമ്മൾ ചെയ്യേണ്ടി വരും. ഈ എല്ലാ ജോലിയും നമ്മൾ ചെയ്യണ കാരണം എന്താ, എല്ലാ ജോലിയും നമ്മൾ പഠിക്കും. അപ്പോൾ ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് വലിയ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അത്ര ദോഷമില്ല. പക്ഷെ വലിയ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്ത് ഒരു പരിധി വിട്ട് നമ്മുടെ സാലറി മുകളിലേക്ക് പോകുമ്പോൾ ഈ കമ്പനിക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹമല്ലേ അതങ്ങോട്ട് നിൽക്കും. കാരണം എന്താ വെച്ചാൽ ഈ പണി ചെയ്യാൻ ഇതിലും കുറവ് സാലറിക്ക് വേറെ ആളെ കിട്ടാനുണ്ട്. അപ്പം എന്ത് ചെയ്യും, നമ്മളെന്തെങ്കിലും കാരണം പറഞ്ഞ് തോൽപ്പിക്കും, നമ്മളെ പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്കിത് മാത്രമേ അറിയുള്ളൂ. അതും ആ കമ്പനിയുടെ പ്രത്യേകമായ ഫ്രെയിംവർക്ക് കാര്യങ്ങളുണ്ടാവും, അതിൽ മാത്രം നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വേറെ കമ്പനിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് ഈ ഒരു പാറ്റേണിലൊന്നും ആയിരിക്കില്ല കോഡ് ചെയ്തിരിക്കുക. ബേസിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു നോളേജ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് എവിടെ പോയാലും ജീവിക്കാൻ പറ്റും. ഇനി ഈ MNCകൾ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള തമാശകളാണ്. MNCകൾ അവിടെ കൊണ്ടുപോയിട്ട് ഓൺ ബെഞ്ച് എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പഠിച്ചെടുത്തോടാ അല്ലെങ്കിൽ നിങ്ങളെ ഔട്ടാക്കും എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു പ്രൊജക്റ്റൊക്കെ അവർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഒരു പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് കൊടുക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യും, അത് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അവർ നിർബന്ധിക്കൊന്നുമില്ല. അപ്പോൾ തോൽപ്പിക്കുന്നവരുടെ ലിസ്റ്റും ജയിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റും അവർ തയ്യാറാക്കും. അവർ തയ്യാറാക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ വയ്ക്കും. ആ ഇൻ്റർവ്യൂവിൽ ജയിപ്പിക്കാൻ തീരുമാനിച്ചവരോട് ചോദിക്കും 4+3 എത്രയാണ്, 7. തോൽപ്പിക്കാൻ തീരുമാനിച്ചവനോട് ചോദിക്കും നിന്റെ അച്ചാച്ചൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേരെന്തിട്ടാന്ന് ചോദിക്കും. അതവനറിയില്ല, അതുകൊണ്ട് നീ തോറ്റു, അതുകൊണ്ട് നിന്റെ ജോലി പോയി. തോൽപ്പിക്കാൻ തീരുമാനിച്ചവനോട് അങ്ങനത്തെ ചോദ്യം ചോദിക്കുള്ളൂ. അപ്പൊ അവൻ തോറ്റു. തോറ്റത് കൊണ്ട് നിന്നെ പുറത്താക്കാൻ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടല്ല നിന്നെ പുറത്താക്കണത്. നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, അതുകൊണ്ട് നിനക്ക് അറിയാൻ പാടില്ലാത്തൊരു ചോദ്യം നിന്നോട് ചോദിക്കും. ആ ചോദ്യത്തിൽ നീ തോൽക്കും, അപ്പൊ അതുകൊണ്ട് നിന്നെ പിരിച്ചു വിട്ടു. പിന്നെ ഈ പുറത്തിറങ്ങി അതിലും വലിയ കഷ്ടമാണ്. ഇപ്പൊ നല്ലൊരു MNCയിൽ ജോലി കിട്ടി, അവിടുന്ന് ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പണി പോയി. അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കറിയാം ഇത് ഇവിടുന്ന് പറഞ്ഞു വിട്ടാന്ന്, അവരെടുക്കില്ല. ഇതിങ്ങനെ കിടന്ന് കറക്കം തുടങ്ങും. അപ്പൊ ഈ ജോലി പോകുന്ന ആൾക്ക് ഭയങ്കര കോംപ്ലക്സാ. കാരണം ഇവൻ വലിയ നിലയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്ത ആളായിരുന്നല്ലോ. വലിയ നിലയാന്നുള്ള അവന്റെ ചിന്ത മാത്രമാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അവൻ തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിനേക്കാളൊക്കെ ഭേദം ചെറിയ കമ്പനിയിൽ ജോലി ചെയ്ത് ചെറിയൊരു മനുഷ്യനായിട്ട് വലിയൊരു മനുഷ്യനായി മാറണ്ട. ഇനി ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വേറൊരു കുഴപ്പമുണ്ട്. ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനിയിലുള്ള ഒരു വലിയ സംഭവമാണ്. ശരിക്കും ഇവരുടെ അത്ര അറിവ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. ഇവർക്കൊരു കോംപ്ലക്സാ. അയ്യോ അവരൊക്കെ വലിയ MNCയിൽ വർക്ക് ചെയ്യുന്നവരാ, നമ്മളെന്ത്. ഇത് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവർ ധൈര്യമായിട്ട് ഇവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവണേ, ഓ ഇത്രേ ഉള്ളൂ അല്ലേ എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കണത്. അത് ഈ ചെറിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു കുഴപ്പമാണ്. അപ്പൊ അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക.